പറയണമല്ലേ? കേക്കണോ? ചെവി തുറന്നു വെച്ച് കേക്ക്. പാനൊക്കെ കൂടി ഉണ്ടാക്കിയിട്ട് അകത്തെ മുറി കൊണ്ടുപോയി പാത്ത് വെച്ചിട്ടില്ലേ ഒരു പെട്ടി? അത് സിനിമാ പെട്ടിയല്ല, എന്റെ കുടുംബം കുട്ടിച്ചോറാക്കിയ പെട്ടിയാ. എന്റെ ജീവിതത്തിന്റെ ശവപ്പെട്ടി. അതിൽ അഭിനയിച്ച നടിയെ താൻ ഓർക്കുന്നുണ്ടോ? ഓർക്കുകയല്ല, ഓർക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുകയല്ല. കാരണം എന്നാന്നറിയോ? താനൊക്കെ കൂടി മാനം മുടിപ്പിച്ച ആ നടി എന്റെ അമ്മയാണോ? എന്നെ പെറ്റ തള്ള. സോഷ്യൽ മീഡിയ താരം മലപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ മരിച്ചു. വഴിക്കടവ് സ്വദേശി ജുനൈദാണ് മരിച്ചത്. മരത്താണി വളവിൽ റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു. വൈകുന്നേരം 6:20 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഈ കാരക്കുന്ന് മരത്താണി വളവിൽ റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു ജുനൈദ്. കുറച്ചുനേരം അപകടം സംഭവിച്ചു. കുറച്ചുനേരം അദ്ദേഹം ഇങ്ങനെ ഇവിടെ രക്തം വാർന്ന് കിടന്നിരുന്നത്. അതിനുശേഷം പിന്നാലെ വന്ന ബസ്സുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷം ഇവരുടെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മറ്റുമൊക്കെ മാറ്റിയത്. ഈ വളവിൽ തന്നെ, ഈ മരത്താണി വളവിൽ തന്നെ വലിയ രീതിയിലൊരു മൺകൂനയുണ്ട്. ഈ മൺകൂനയിൽ തട്ടി ഈ ബൈക്ക് മറിഞ്ഞ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും ഇദ്ദേഹത്തിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ഉടൻ തന്നെ ഇദ്ദേഹം മരിക്കുകയായിരുന്നു. തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇദ്ദേഹം ഒരു പ്രമുഖ ടിക്ടോക്ക് താരവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒക്കെയാണ്. എന്തായാലും ഇന്ന് ഏകദേശം 7 മണിയോടുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. അസ്സലാമലൈക്കും. ഇന്നലെ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആക്ഷൻ സോങ്ങുമായിട്ട് വരുന്ന ജുനൈദ് മരണപ്പെട്ടു, ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്നുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അദ്ദേഹം ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകട മരണവും കൂടി. അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്തോരം മനസ്സ് വിഷമിച്ചിട്ടുണ്ടാകും. മലപ്പുറം മഞ്ചേരി മരത്താണിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. അപകടമുണ്ടായി ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയുണ്ടായത്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ച പുറത്തായ ഒരാഴ്ചയായിട്ട് ഈ ജുനൈദിന് ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളും ഒക്കെയായിട്ട് ഒരുപാട് മാനസിക സമ്മർദ്ദം ഒക്കെയായിരുന്നു ഈ ജുനൈദിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് 1 ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ജുനൈദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വഴി ഒരു പെൺകുട്ടിയായിട്ട് പരിചയപ്പെട്ടു, പിന്നീട് അത് പ്രണയത്തിലേക്കായി, പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിലും ലോഡ്ജിലും ഒക്കെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. 2 വർഷക്കാലം ഈ പെൺകുട്ടിയെ ഹോട്ടലിലും ലോഡ്ജിലും ഒക്കെ കൊണ്ടുപോയി പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് ഈ പെൺകുട്ടിയെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് നഗ്ന ഫോട്ടോസ് എടുത്തിട്ട് സോഷ്യൽ മീഡിയ പകർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അതല്ല ചോദിക്കുന്നത്, ഈ 2 വർഷക്കാലം കൂടെ ചുറ്റി നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നിന്ന് കൊടുത്തിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ആവുമ്പോൾ അത് പീഡനമാവും. അത് ഒരാണിന്റെ മാത്രം കുറ്റമായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഈ 2 വർഷക്കാലം ചുറ്റി കറങ്ങി അടിച്ച് സുഖിച്ചിട്ട് അതൊരു പീഡനം. എന്തെങ്കിലും ഒന്നും മിണ്ടി കഴിഞ്ഞാൽ അതൊരു പിണക്കം, ചെറിയൊരു പിണക്കം വന്നു കഴിഞ്ഞാൽ അതൊരു പീഡനം. അതിനകത്ത് ഈ ജുനൈദിനെ പോലെ തന്നെ തെറ്റുകാരിയാണ് അവളും. ജുനൈദ് പൊക്കിയെടുത്ത് കൊണ്ടുപോയതൊന്നും അല്ലല്ലോ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി ചെന്നതല്ലേ, ഹോട്ടൽ റൂമിലായാലും ലോഡ്ജിലായാലും ബീച്ചിലായാലും ഒക്കെ. എന്തായാലും ഇപ്പൊ അവൾക്ക് സമാധാനമായിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. എന്തായാലും ഇതിനകത്ത് ഈ ഒരു മരണത്തിൽ ഒരുപാട് ദുരൂഹത ഉണ്ടെന്ന് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ശരിക്കും അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. കാര്യം എന്താണെന്ന് പോലും മനസ്സിലാകാതെയാണ് പലരും അദ്ദേഹത്തെ വിമർശിച്ചിരുന്നത്. ഇന്നലെ അദ്ദേഹം ഒരു വീഡിയോ, ഈ ജുനൈദ് ഒരു വീഡിയോസ് ഇട്ടിരുന്നു. അതിന് താഴെ ഒരുപാട് വിമർശനങ്ങളാണ് ഇട്ടിരുന്ന ആൾക്കാർ വന്ന് കമന്റ്സ് ഇടുന്നതാ. ഒരുപാട് തെറിവിളികളും മറ്റതും മറിച്ചതും ഒക്കെയാണ് ഇട്ടിരുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പൊ മരിച്ചു എന്നറിഞ്ഞപ്പോ ഒരുപാട് പേര് വന്നിട്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞുപോയി, ഇത് പറഞ്ഞുപോയി, മാപ്പ് തരണം. മരണപ്പെട്ടിട്ട് മാപ്പ് ചോദിച്ചിട്ട് എന്തോ കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്തൊരു പരിഗണനയാണ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോ കൊടുക്കുന്നത്. ഇനി പരിഗണിച്ചിട്ട് എന്തോ കാര്യം? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ ആ പരിഗണന കൊടുക്കണമായിരുന്നു. സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് പെരുമാറണമായിരുന്നു. ഒരുപാട് ട്രോളുകളും അദ്ദേഹം എന്ത് മാനസികമായിട്ട്
ഇത് ഓൾറെഡി ഇതൊരു അപകട മരണമാണെങ്കിൽ പോലും എന്തോരം മനസ്സ് വിഷമിച്ചിട്ടായിരിക്കാം ഈ ഒരു മാസത്തിൽ മരണപ്പെട്ടത് എന്നും ഇല്ലാത്ത കാര്യം അറിയാത്ത കാര്യത്തിനും ആരെയും വിമർശിക്കാതിരിക്കുക. സത്യം പറഞ്ഞ ഒരുപാട് പേർക്ക് ഈ ഒരു മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച മുന്നുള്ള ഒരു ഇഷ്യൂ തന്നെ അദ്ദേഹം ഒരുപാട് മാനസികമായിട്ട് വിഷമിച്ചിരുന്ന ആ ഒരു ഇഷ്യൂ തന്നെയാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം. മരണം എപ്പോഴാ വരുന്നതെന്ന് അത് നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു മരണം ഒരാഴ്ച മുന്നേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പാളിച്ച് പറ്റി, ഇങ്ങനെ ഒരു മാനസിക വിഷമം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മരണം. അതുമല്ല, ഓരോരുത്തർ പറയുന്നുണ്ട് ബൈക്ക് മൺകൂനയിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് പൊളിയും, അതൊക്കെ, പക്ഷെ ബാക്ക് വശം എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇതിനകത്തൊരു ദുരൂഹതയുണ്ട്, ഇത് അന്വേഷിക്കണം എന്ന് തന്നെയാണ് കുറെ ആൾക്കാർ പറയുന്നത്. സത്യം എന്തായാലും പുറത്തു വരട്ടെ.